കനാൽ ജലം തുറന്നുവിടുന്നതിലും കനാലിനുള്ളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തതിലുമാണ് ഈ പ്രതിഷേധം. ഷിജോ കുര്യൻ പത്തനംതിട്ട നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷിജോ, ഇപ്പോഴും ആ പ്രതിഷേധം അതുപോലെ തുടരുകയാണ്. അവിടെ എന്താണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തന്നെ അത്തരത്തിലൊരു പ്രതിഷേധം അവിടെ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം? പ്രതിഷേധം അവസാനിച്ചു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ പത്തനംതിട്ട ജില്ലയുടെ കലഞ്ഞൂരടക്കമുള്ള മലയോര മേഖലകളിൽ 1000-ലധികം കുടുംബങ്ങൾ വെള്ളത്തിനായിട്ട് ആശ്രയിക്കുന്നത് കല്ലട ജലസേചന പദ്ധതിയിൽ നിന്നാണ്. അപ്പോൾ ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ കല്ലട ജലസേചന പദ്ധതിയുടെ പ്രധാന കനാലും ഉപകനാലുകളൊന്നും കൃത്യമായിട്ട് വൃത്തിയാക്കുന്ന ഒരു സമീപനം കരാറുകാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സ്വീകരിച്ചിരുന്നില്ല. അത് നേരത്തെ 24 അടക്കം വാർത്തയായിട്ട് നൽകുകയും ചെയ്തതാണ്. ഇപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് 10 ദിവസം മുമ്പാണ് പ്രധാന കനാലിന്റെ ഭാഗത്ത് നിന്ന് ഈ വെള്ളം തുറന്നുവിട്ടത്. അത് ഉപകനാലുകളിലേക്ക് എത്തിയിരുന്നില്ല. കാരണം എല്ലായിടങ്ങളിലും മാലിന്യമടക്കം നിറഞ്ഞു മൂടി കിടക്കുകയാണ്. കരാറുകാർ അത് വൃത്തിയായിട്ട് ചെയ്യുന്നുമില്ല. ഇതേ തുടർന്നായിരുന്നു കല്ലട പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കല്ലട ജലസേചന പദ്ധതി അസിസ്റ്റന്റ് എഞ്ചിനീയറെയും കരാറുകാരെയും തടഞ്ഞു വെച്ചത്. ഇതിനകത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലായിരുന്നു പ്രതിഷേധം. ഈ കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടും ഈ കനാൽ വൃത്തിയാക്കുന്നതിൽ കരാറുകാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അലംഭാവം കാണിക്കുന്നു എന്നുള്ളതായിരുന്നു ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും ഒക്കെ ആക്ഷേപം. എന്തായാലും ഈ പ്രതിഷേധം ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഈ കനാലും മറ്റു ബന്ധപ്പെട്ട കാര്യങ്ങളും അടിയന്തരമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്നുള്ള ഉറപ്പ് ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ഷിജോ കുര്യനാണ് പത്തനംതിട്ടയിൽ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.